നിങ്ങൾക്ക് ഈ ഏകാഗ്രതയോ കുറവോ അല്ലെങ്കിൽ ശ്രദ്ധയുടെ കുറവോ ഒക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ പരിഹാരം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബുദ്ധിയുടെയും വിജയത്തിൻ്റെയും താക്കോൽ എന്താണ് എന്ന് വേദം പറയുന്നുണ്ട്. വേദത്തിൽ പല മന്ത്രങ്ങളിൽ ഈ പറയുന്നത് പോലെ ബുദ്ധിയുടെയും വിജയത്തിൻ്റെയും പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. യുഞ്ജതേ മന ഉദ യുഞ്ജതേ ധിയഃ, ഇത് വേദത്തിലെ ഒരു മന്ത്രമാണ്. അതായത് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒരേ ലക്ഷ്യത്തിലേക്ക് ഏകോപിപ്പിക്കുക. യുഞ്ജതേ മന ഉദ യുഞ്ജതേ ധിയഃ, നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒരേ ലക്ഷ്യത്തിലേക്ക് ഏകോപിപ്പിക്കുക. ഇന്നത്തെ ലോകത്ത് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയുടെ ബഹളങ്ങളും ചുറ്റുമുള്ളവരുടെ നിഷേധാത്മകമായ വാക്കുകളും നമ്മെ തളർത്താൻ ശ്രമിച്ചേക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. സോഷ്യൽ മീഡിയയിലെ ബഹളങ്ങളുണ്ടാവും, ചുറ്റുമുള്ളവരുടെ നെഗറ്റീവായ വാക്കുകളുണ്ടാവും. ഇതൊന്നും നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെയാണ് ഏകാഗ്രതയുടെ പ്രസക്തി ഉണ്ടാവുന്നത്. ചുറ്റുമുള്ള ആളുകൾ എന്തെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഫോക്കസ് ആവുന്നതിൻ്റെ ആവശ്യകത ഇവിടെയാണ് വരുന്നത്. ചിതറിപ്പോകുന്ന ചിന്തകളെ പിടിച്ചു നിർത്തി ഒരു ബിന്ദുവിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ബുദ്ധിശക്തി ഉണരുന്നത്. പ്രതിസന്ധികളെ എങ്ങനെയാണ് നമ്മൾ നേരിടുക? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെയല്ലേ ഏകാഗ്രത കിട്ടുള്ളൂ. നമ്മുടെ ഉള്ളിൽ ആത്മശങ്കയുടെ അല്ലെങ്കിൽ സെൽഫ് ഡൗട്ടിൻ്റെ വിത്തുകൾ പാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവം അകന്നു നിൽക്കുക എന്നത് വലിയൊരു കലയാണ്. അതായത് നമുക്കൊരു ഡൗട്ട് തോന്നുന്ന ചില സങ്കേതങ്ങളുണ്ടാവും, ചില സാഹചര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ സെൽഫ് ഡൗട്ട് ആകുന്ന ഒരു വിത്ത് വിതയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ നിന്ന് നമ്മൾ മാറിക്കളയുക. നമ്മൾ അവിടെ പോയി നിൽക്കരുത്. പുറം ലോകം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനേക്കാൾ നമ്മുടെ ആത്മശക്തി എന്ത് പറയുന്നു എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വളരെ പ്രധാനമാണത്. നമ്മുടെ ആത്മശക്തി എന്ത് പറയുന്നു, നമുക്ക് ചെയ്യാൻ പറ്റും, എന്നിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കുറച്ച് നേരം കണ്ണുകൾ അടച്ചിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. വലിയ ടെൻഷനോ പ്രയാസമൊക്കെ വരും, കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക. ഈ നിശബ്ദതയിലാണ് ഏറ്റവും വലിയ ഉത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഈ നിശബ്ദത വളരെ പ്രധാനമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഒറ്റയ്ക്കിരിക്കുക. അത് ലോൺലിനെസ് അല്ല, അത് സോളിറ്റ്യൂഡാണ്. നമ്മൾ ആത്മാവിലേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയാണ്. പുറത്തെ ശബ്ദങ്ങൾ നിലയ്ക്കുമ്പോൾ മാത്രമേ ഉള്ളിലെ ബുദ്ധി കൂർമ്മത ഉണരുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മുടെ ഉള്ളിലെ ബുദ്ധി കൂർമ്മത ഉണരണമെങ്കിൽ പുറത്തെ ശബ്ദങ്ങൾ നിലയ്ക്കണം. നമ്മളിങ്ങോട്ട് എടുക്കരുത്. ഏകാഗ്രതയ്ക്കുള്ള പ്രായോഗിക വഴികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യങ്ങൾ. അതിന് പലരും ചോദിക്കാറുണ്ട്, അതിനെന്താ വഴി എന്ന് ചോദിച്ചാൽ നിരന്തരമായ പരിശ്രമം തന്നെയാണ് അതിൻ്റെ വഴി. കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡീടോക്സ് തന്നെയാണ്. കാരണം എപ്പോഴും ആളുകൾ ഫോണിലാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കർണാഭരണം പോലെയാണ് ആളുകളുടെ കയ്യിൽ ഈ ഡിജിറ്റൽ വസ്തുക്കൾ. അനാവശ്യമായ നോട്ടിഫിക്കേഷനുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഇടയ്ക്കിടെ മാറി നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ നോക്കുന്നു, അതിനകത്ത് സമയം കിട്ടുക അതിലേക്ക് നോക്കുന്നു. ഒറ്റയ്ക്ക് ഇരിക്കാനല്ല, പ്രകൃതിയിലേക്ക് നോക്കാൻ അവർ സമയം കാണുന്നില്ല, മനുഷ്യരിലേക്ക് നോക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. മനുഷ്യരെ നോക്കുക, അതേപോലെ ചുറ്റുമുള്ള ജീവജാലങ്ങളെ നോക്കുക, പ്രകൃതിയെ നോക്കുക. അപ്പം തന്നെ വലിയൊരു ആശ്വാസം കിട്ടും. കാരണം വി ആർ കണക്റ്റഡ് വിത്ത് നേച്ചർ. അതേപോലെയാണ് ഞാൻ പല എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ഏകാഗ്രതയ്ക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മനസ്സിനെ ഏകാഗ്രതപ്പെടുത്താൻ മനസ്സിൻ്റെ സിസ്റ്റർ, സഹോദരി എന്ന് പറയുന്നത് ശ്വാസക്രമീകരണമാണ്, ശ്വാസമാണ്. മനസ്സ് പതറുമ്പോൾ ദീർഘമായി ശ്വസിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. ഒറ്റയടിക്ക് ഒറ്റ വലിയല്ല, പതുക്കെ അങ്ങനെ എടുക്കുക. എന്നിട്ട് പതുക്കെ, അത് കുറച്ച് നേരമേ ചെയ്യാനും പാടുള്ളൂ, വളരെയേറെ സമയമൊന്നും ചെയ്യാൻ പാടില്ല. മറ്റൊന്നെന്താണ്? ഏകമുഖമായ ലക്ഷ്യമുണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. ലക്ഷ്യമില്ലാത്തവർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുമല്ലോ, അത് ചെയ്യുന്നത് നിർത്തണം. നമ്മൾ ഒരു സമയത്ത് ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് മുഴുകുക എന്നുള്ളതാണ് പ്രധാനം. ഒരു സമയത്ത്
ഒന്ന് മാത്രം ശ്രദ്ധിക്കുക. ഏകാഗ്രത എന്നത് കേവലം ഒരു കഴിവല്ല. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏകാഗ്രത എന്ന് പറയുന്നത് ജന്മനാ കിട്ടിയൊരു സാധനമൊന്നുമല്ല, മറിച്ച് അതൊരു പരിശീലനമാണ്. നിരന്തരമായ കൺസിസ്റ്റൻ്റായ എക്സസൈസിലൂടെ കിട്ടുന്ന ഒരു കാര്യമാണ്. മനസ്സിനെ ബുദ്ധിയുമായി കോർത്തിണക്കുമ്പോൾ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ആത്മവിശ്വാസം നമുക്ക് ലഭിക്കും. നിശബ്ദമായി ഇരിക്കാനും സ്വന്തം ഉള്ളിലേക്ക് നോക്കാനും ശീലിക്കുക, പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. ആ ആത്മശക്തിയിലൂടെ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. ഏകാഗ്രത നേടാനുള്ള ചില ടിപ്പുകൾ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. ഈ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം കണ്ടെത്തുക. പഠിക്കാനോ ജോലി ചെയ്യാനോ ശാന്തമായിട്ടൊരു ഇടം നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു ഫോക്കസ് വരും. രണ്ടാമത്തത് ദിവസവും ധ്യാനം ചെയ്യുക എന്നുള്ളതാണ്. സന്ധ്യാവന്ദനം ചെയ്യുക, ബ്രഹ്മയജ്ഞം ചെയ്യുക, വേദങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അതാണ്. 10 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുന്നത് പോലും സത്യത്തിൽ നമ്മളെ സഹായിക്കും, ചിന്തകളെ ഏകോപിപ്പിക്കാൻ സഹായിക്കും. ഇനി മറ്റൊന്ന്, നെഗറ്റീവ് സാഹചര്യങ്ങളെ ഒഴിവാക്കുക. അതായത് നിഷേധാത്മകമായ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കളയാം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാറ്റിക്കളയാം. നിങ്ങളെ തളർത്തുന്ന സൗഹൃദങ്ങളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും ബോധപൂർവം വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. അത് നമ്മളെ തളർത്തിക്കളയും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഫോക്കസ് കിട്ടാൻ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാധാന്യം നിശ്ചയിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക. അപ്പം തന്നെ മാനസിക സമ്മർദ്ദം കുറയും. ഇനി എന്താ ഉള്ളത്? കൃത്യമായ ഉറക്കവും വിശ്രമവുമാണ്. അത് തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കും. ഇത്രയും കാര്യങ്ങൾ വളരെ ചെറുതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എപ്പിസോഡ് നിങ്ങൾ വീണ്ടും കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അത് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് സന്ധ്യാവന്ദനാദികൾ അതല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം പോലുള്ളത് പരിശീലിക്കാൻ തുടങ്ങുക. ഏകാഗ്രത പതുക്കെ വർദ്ധിച്ചു വരുന്നത് കാണാം. 2026 ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് ഏകാഗ്രത വർദ്ധിപ്പിക്കുക, ശ്രദ്ധ വർദ്ധിപ്പിക്കുക എന്നത് എടുക്കുക. അങ്ങനെ മുന്നോട്ട് പോയി ജീവിതത്തിൽ വലിയ മേധാശക്തിയുള്ളവരായി, ബുദ്ധിശക്തിയുള്ളവരായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.